വയനാട് മാനന്തവാടിയിൽ അജീഷ് എന്ന കർഷകനെ ചവിട്ടിയരച്ച കാട്ടാനയെ ഇന്നും കീഴടക്കാനായില്ല. മലയോര ജനതയുടെ ചങ്കിൽ ആശങ്ക ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും എത്ര പേർ വന്യമൃഗങ്ങളുടെ ക്രൂരതയ്ക്ക് ഇരയാകണം? കർണാടക വനം വകുപ്പ് കൃത്യമായ വിവരങ്ങൾ നൽകാത്തതിൻ്റെ ഇരയാണോ അജീഷ്? 2023 നവംബറിൽ കർണാടക വനം വകുപ്പ് പിടികൂടി നാടുകടത്തിയ ബേലൂർ മഗ്ന എന്ന കാട്ടാനയാണ് അജീഷിന്റെ ജീവൻ ചവിട്ടിയരച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് മാനന്തവാടിയിൽ തന്നെ ഭീതി പരത്തി നടന്ന തണ്ണീർക്കൊമ്പനും കർണാടക നാടുകടത്തിയ ആന തന്നെ. തണ്ണീർക്കൊമ്പനെയും ബേലൂർ മഗ്നയെയും സ്പെഷ്യൽ ഡ്രൈവിലൂടെ പിടികൂടിയാണ് കർണാടക അതിർത്തി കടത്തിവിട്ടത്. തണ്ണീർക്കൊമ്പനെ ബന്ദിപ്പൂർ വനത്തിലും ബേലൂർ മഗ്നയെ മൂലഹള്ളിയിലും തുറന്നുവിട്ടു. രണ്ടും കേരള അതിർത്തിയോട് ചേർന്നു കിടക്കുന്ന ഇടങ്ങൾ. റേഡിയോ കോളർ അടക്കം ഘടിപ്പിച്ച് ആനകളുടെ സഞ്ചാരപഥം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ആനകളെ തുറന്നുവിടാറ്. എന്നിട്ടും ഈ രണ്ടാനകളും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് മനസ്സിലാക്കുന്നതിൽ വനം വകുപ്പ് പരാജയപ്പെട്ടു. ഇവിടെ ആനയെ ട്രാക്ക് ചെയ്ത് അതിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കേണ്ടിയിരുന്നത് കർണാടകയാണ്. അതുണ്ടായില്ല എന്നതാണ് കേരളത്തിൻ്റെ പരാതി. തണ്ണീർക്കൊമ്പൻ ഇറങ്ങിയ സമയത്ത് തന്നെ മറ്റൊരാന കൂടി ഇതേ പരിസരത്തുണ്ടെന്ന വിവരം കേരള വനം വകുപ്പിന് കിട്ടിയിരുന്നു. ഈ ആനയെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ കേരളം കർണാടകയോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, തണ്ണീർക്കൊമ്പൻ വിദഗ്ധ സമിതി ബന്ദിപ്പൂരിലെത്തിയപ്പോൾ നേരിട്ടും ചോദിച്ചു. പ്രത്യേക റിസീവറുകൾ ഉപയോഗിച്ചുള്ള ഭൂതല ട്രാക്കിംഗ് നടത്താൻ സിഗ്നലിൻ്റെയും ഫ്രീക്വൻസിയുടെയും പാസ്വേഡും നൽകണമെന്നായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. എന്നാൽ കൃത്യമായ മറുപടി കിട്ടിയതാകട്ടെ ഇന്നലെ രാവിലെയും. ഇത് ലഭിക്കുമ്പോഴേക്കും ആന അജീഷിന്റെ ജീവൻ എടുത്തിരുന്നു. ഉപകരണം ഘടിപ്പിച്ച് നാട് കടത്തിയാൽ തീരുന്നതാണോ ഇവിടെ കർണാടകയുടെ ഉത്തരവാദിത്വം? കേരള അതിർത്തിക്ക് സമീപം വന്യമൃഗങ്ങളെ തുറന്നുവിടുമ്പോൾ അതിൻ്റെ തുടർ സഞ്ചാരപാത സംബന്ധിച്ച് കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കേണ്ടതും തുടർ നിരീക്ഷണങ്ങൾ നടത്തേണ്ടതും കർണാടകയുടെ കൂടി ചുമതലയാണ്. എന്നാൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും മൃഗങ്ങളുടെ സഞ്ചാരത്തിൽ അതിർത്തി നിശ്ചയിക്കാൻ കഴിയില്ല എന്നുമുള്ള ദുർബല വാദങ്ങളാണ് കർണാടക പറയുന്നത്. സംസ്ഥാനങ്ങൾ തമ്മിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ കേന്ദ്രീകൃത സംവിധാനം കാര്യക്ഷമമല്ലാത്തതിൻ്റെ പോരായ്മ കേരള വനം മന്ത്രിയും സമ്മതിക്കുന്നുണ്ട്. ഇനി 4 ആനകളെ കൂടി പിടികൂടി നാട് കടത്താനുള്ള പദ്ധതിയുണ്ടെന്ന് കർണാടക പറയുന്നു. സ്വാഭാവികമായും പച്ചപ്പുള്ള ഇടമെന്ന രീതിയിൽ വയനാടൻ മേഖലകൾ തന്നെയായിരിക്കും ഈ മൃഗങ്ങൾക്ക് പ്രിയം. അതായത് ഏത് നിമിഷവും തൊട്ടു മുൻപിൽ വന്നുപെടുന്ന കാട്ടുമൃഗങ്ങളെ ഓർത്ത് ഇനിയും ജീവിക്കണമെന്നർത്ഥം. ആന മാത്രമല്ല, കടുവയും കരടിയും ഒക്കെ സൃഷ്ടിക്കുന്ന ആശങ്ക വേറെയും. തുറന്നുവിടുന്ന കാട്ടുമൃഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അതാത് സംസ്ഥാനങ്ങൾ നൽകിയേ പറ്റൂ. അല്ലെങ്കിൽ മലയോര ജനതയുടെ ബാക്കിയുള്ള മണ്ണും ജീവനും ഇനിയും വന്യമൃഗങ്ങളാൽ ചവിട്ടിയരയ്ക്കപ്പെടുക തന്നെ ചെയ്യും.